കേരളത്തില് തൊഴിലിടങ്ങളിൽ സ്ത്രീകള് ചൂഷണം ചെയ്യപ്പെടുന്നതിൻ്റെയും അവമാനിക്കപ്പെടുന്നതിൻ്റെയും കഥകള് വാർത്തകളല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മാത്രം അത് സാധാരണവും സ്വാഭാവികവും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തില് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായതാണ് നടി ആക്രമിക്കപ്പെട്ട കേസ്. അതിപ്രസിദ്ധയായ ഒരു നടി ബലാത്സംഗം ചെയ്യപ്പെടുകയാണ്. അത് ബലാത്സംഗം ചെയ്യുന്നവന്റെ കൂടുതൽ ആൾക്കാർ അത് വീഡിയോ പിടിക്കുന്നു. പിന്നീട് ആ വാർത്ത പുറത്തു വരുന്നത് അതൊരു കൊട്ടേഷൻ ആയിരുന്നു. അത്ഭുതമാണ്. ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുക അന്ന് വലിയ ചർച്ചാ വിഷയമായി. അങ്ങനെയാണ് നമ്മുടെ പാർവതി തിരുവോത്ത്, റീമ കല്ലിങ്കൽ തുടങ്ങിയുള്ള നടിമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടാവുന്നത്. അതിൻ്റെ പേര് വിമൻ ഇൻ സിനിമ കലക്റ്റീവ് എന്ന. സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന അന്യായങ്ങൾക്കെതിരായിട്ട് പ്രതിഷേധിക്കുക, അതിന് പരിഹാരം കണ്ടെത്തുക. അങ്ങനെ അപ്പൊ അവരുടെയും കൂടി നിർബന്ധം, സമ്മർദ്ദം മൂലമാണ് ഒന്നാം പിണറായി സർക്കാർ 2017 ഹേമ കമ്മിറ്റി രൂപീകരിച്ചത്. ജസ്റ്റിസ് കെ ഹേമ ആയിരുന്നു അതിന്റെ ചെയർപേഴ്സൺ. അതിൽ KB വത്സലകുമാരി, T ശാരദ ഇന്ന് 2 മെമ്പർമാരുണ്ടായിരുന്നു. അവരെ നിയമിച്ചത് എന്തിനാന്ന് വിചാരിച്ചാൽ സിനിമാ രംഗത്ത് ഏതൊക്കെ തരത്തിലുള്ള അന്യായങ്ങളും വിവേചനങ്ങളുമാണ് സ്ത്രീകൾ നേരിടുന്നത്, ആരൊക്കെയാണ് ഇതിന്റെ കുറ്റവാളികൾ, ആരൊക്കെയാണ് എൻ്റെ ഇരകൾ, എന്തൊക്കെയാണ് എൻ്റെ പരിഹാരം, ഭാവിയിൽ അങ്ങനെ കാര്യങ്ങൾ ഇല്ലാതാവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്. അപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2 കൊല്ലം കഴിഞ്ഞ് 2019 സമർപ്പിച്ചു, ഗവൺമെന്റ് സമർപ്പിച്ചു. പക്ഷേ ഇന്ന് വരെ അതിൻ്റെ പൂർണ്ണമായ വിവരം പുറത്തു വന്നിട്ടില്ല. അത് ചില ഭാഗികമായ വിവരങ്ങളൊക്കെ പുറത്തു വന്നു. അതൊക്കെ ചില വിവാദങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മൾ വളരെ അറിയുന്ന ചില സംവിധായകര്, ചില നിർമ്മാതാക്കള്, ചില നടന്മാര്, ചില സഹനടന്മാര് ഒക്കെ അതിൽ പ്രതികളാണ് കേൾക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അപ്പോ അതിൽ പരാമർശിക്കപ്പെട്ട ഇരകൾക്ക് വേണ്ടി, അവർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി കേസെടുക്കുക എന്നൊരു ഉത്തരവാദിത്വം പോലീസിനുണ്ട്, സർക്കാരിനുണ്ട്. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. അത് പുറത്തുവിടണം. അത് നമ്മുടെ സ്ത്രീവാദ ചരിത്രത്തിലെ, സിനിമാ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് ഹേമ കമ്മിറ്റിയുടെ നിയമനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട് നടക്കുന്ന അന്യായങ്ങളുടെ ഒരു രേഖയായിരിക്കും. അതിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ജനങ്ങളത് ചർച്ച ചെയ്യണം. ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ പാർട്ടികളും, സിനിമാ നടന്മാരും നടികളും കലാസ്നേഹികളും സിനിമ കാണുന്ന കോടിക്കണക്കിന് മലയാളികളും അത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് കഴിയുന്ന വേഗം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം. അതിപ്പോ LDF ഗവൺമെന്റിന് ഇപ്പൊ സമയമില്ലെങ്കിൽ അടുത്ത LDF ഗവൺമെന്റ് അല്ലെങ്കിൽ അടുത്ത UDF ഗവൺമെന്റ് ആരാ നമുക്കിപ്പോ പറയില്ല, ഇപ്പൊ പറയാൻ പറ്റില്ല. അവരത് പുറത്തുവിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മലയാളികള് ഈ സ്ത്രീകളോട് കാണിക്കുന്ന പലതരം അന്യായങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൊഴിലിടങ്ങളിൽ നമ്മുടെ സിനിമാ രംഗത്തെ നടികളും ജീവനക്കാരികളും മറ്റു കലാകാരികളും നേരിടുന്ന ചൂഷണം. അതിനെതിരായിട്ട് എല്ലാ മലയാളിയും എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് എൻ്റെ അപേക്ഷ.